മൺഡേ കമന്റ് ബോക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കമന്റ് വായിക്കാം. ആദ്യത്തെ കമന്റ് കൂൾ ഗായ് എന്ന ചാനലിലാണ്. ബനാന സോക്കറ്റ് ഇതുപോലെ കിട്ടുമോ? എൻ്റെ ക്ലിപ്പാണ്, വയർ എപ്പോഴും ലൂസാകുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പുള്ള വീഡിയോയിൽ സ്പീക്കറിൻ്റെ കണക്ടേഴ്സ്, അതായത് ക്ലിപ്പുള്ള കണക്ടേഴ്സ് ബനാന സോക്കറ്റ് ആക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ ബനാന സോക്കറ്റ് എവിടെയും വാങ്ങാൻ കിട്ടും. ചിലപ്പോൾ കളറുള്ളത് കിട്ടുമോ ഇല്ലേ എന്നുള്ള അറിയില്ല. പല കളറിലുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ റെഡ് ആൻഡ് ബ്ലാക്ക് എവിടെയും കിട്ടും. ഇപ്പോൾ ഓൺലൈനിൽ ആമസോണിൽ ഇപ്പോൾ ഉള്ള ബനാന സോക്കറ്റ് അതേപോലെ ബനാന പ്ലഗ് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ആമസോണിൽ. പക്ഷേ എനിക്കിവിടെ ഷോപ്പിൽ നാട്ടിൽ ഈ കളർഫുള്ളായിട്ട് പല കളറിൽ കിട്ടിയിട്ടുണ്ട്. മുട്ടായി പോലെ പല കളറിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണാനും കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായി തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ചോദിക്കുന്ന ആ ടൈപ്പ് കളർഫുൾ ഉണ്ടോയെന്ന്. അപ്പോൾ അത് അങ്ങനെ ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ, അതിലൂടെ അറിയിച്ചാൽ നമുക്കത് കൊറിയർ ചെയ്ത് തരാം. കിട്ടാനുണ്ട്, ഓൺലൈനിലും കിട്ടാനുണ്ട്. ഇനി ആ ടൈപ്പ് കിട്ടാനില്ലെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അടുത്ത കമൻറ്റ് നോബി പാപ്പച്ചൻ എന്ന ആളുടെയാണ്. ഇതിൻ്റെ 7.1 ചെയ്യുന്നതിന് എത്രയാണ് പ്രൈസ്? അത് നമ്മൾ സ്പീക്കർ ബോക്സ്, നമ്മളെ വുഡൻ സ്പീക്കർ ബോക്സ് 5.1ൻ്റെ 5 ചാനലിൻ്റെ സ്പീക്കേഴ്സ്, ആ സറൗണ്ട് വരുന്നതും സെൻറ്റർ ഫ്രണ്ടും നമ്മൾ വുഡൻ സ്പീക്കേഴ്സ് ചെയ്യുന്ന വീഡിയോ ചെയ്തതിൽ വന്ന കമൻറ്റാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതിൽ 7.1 5.1 എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ആ ഒരു 0.1 എന്ന് പറയുന്നത് സബ്ബൂഫറാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ആ വീഡിയോയിൽ ആകെ 5 സ്പീക്കേഴ്സാണ് കാണിച്ചത്. സബ്ബൂഫറിൻ്റെ സ്പീക്കർ കാണിച്ചിട്ടില്ല, സബ്ബൂഫറിൻ്റെ ബോക്സ് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ ബോക്സ് അടക്കമാണ് 5.1 വരുന്നത്. ആ ചാനൽ സ്പീക്കേഴ്സ് 5 എണ്ണത്തിന് തന്നെ 4000 രൂപയോളം ഇവിടെ ചിലവുണ്ട്. ആ ടൈപ്പ് ബ്രൗണിൽ ചെയ്യാൻ, ബ്ലാക്കിൽ ചെയ്യുന്നുണ്ട്, ബ്രൗണിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ അതിൻ്റെ പ്രൈസ് എല്ലാവർക്കും ആവശ്യം വരുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ പ്രൈസ് കൊടുക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൂടെ കോൺടാക്ട് ചെയ്താൽ ഈ 5.1 7.1 അങ്ങനെ സെപ്പറേറ്റ് പറയുമ്പോൾ ഏതൊക്കെയാണ് വേണ്ടത്, സ്പീക്കർ സൈസ് ഏതാണ്, സബ്വൂഫർ ഏതാണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള വില ഉണ്ടാവുക. നിങ്ങളിപ്പോൾ അതിനകത്ത് കാണിച്ചത് 6 ഇഞ്ച് സ്പീക്കേഴ്സ് വെച്ച് ചെയ്യുന്നതാണ്. ചിലപ്പോൾ 8 ഇഞ്ച് ആയിരിക്കും, ചിലപ്പോൾ 5 ഇഞ്ച് ആയിരിക്കും, 4 ഇഞ്ച് ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് അവിടെ ആവശ്യം വരുന്നത് അതിനനുസരിച്ചിട്ടാണ് സ്പീക്കർസിൻ്റെ വില ഉണ്ടാവുക, സ്പീക്കർ ബോക്സിൻ്റെ വില ഉണ്ടാവുക. അപ്പോൾ ഇതിലിപ്പോൾ ആ വീഡിയോയിൽ കാണിച്ചതിന് ഞാൻ പറഞ്ഞല്ലോ 4000 രൂപയോളം ചിലവുണ്ട്. അപ്പോൾ അത് പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരാം 3500 രൂപ അല്ലെങ്കിൽ 3000 രൂപയുടെ ചിലവുള്ള സാധനമായിരിക്കും. ചിലപ്പോൾ 5000 രൂപ ടൈപ്പ് ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഏത് ടൈപ്പാണ് വേണ്ടി വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് നിങ്ങളതിൽ ഏതാണ് ആവശ്യം അതനുസരിച്ചിട്ടാണ് അതിൻ്റെ വില വരിക. അപ്പോൾ ശരിക്കും നിങ്ങളെ ആവശ്യം എന്താണെന്നുള്ളത് വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഞാൻ ആ ഡീറ്റെയിൽസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം. അടുത്ത കമൻറ്റ് സജീഷ് എന്ന ആളുടെയാണ്. 2030 IC ബോർഡുള്ള 5.1 ചാനൽ ആമ്പിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? സെൻട്രൽ ചാനൽ 2 ഓഫർ കൊടുക്കുമ്പോൾ IC ഓവർ ഹീറ്റ് ആവില്ലേ? അപ്പോൾ അതിൽ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് 6 ഇഞ്ച് 8 ohms സ്പീക്കറാണ് കണക്ട് ചെയ്യുന്നത്, സ്പീക്കറും ട്വിറ്ററും. അപ്പോൾ മാക്സിമം പോയാലൊരു 70 വാട്ട്സോളം അതിനകത്ത് ലോഡ് ഉണ്ടാവും. പീക്ക് ലോഡ് ഒരു 100+ ലോഡ് ഉണ്ടാവും. 120 110 ലോഡ് കിട്ടും. അപ്പോൾ ആ ടൈപ്പ് 2030 IC കൊടുക്കുകയാണെങ്കിൽ IC ഹീറ്റ് ആവില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് ആ ട്രാൻസിസ്റ്റർ ബോർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സാണ്. അതുകൊണ്ടാണ് അത് ആ സ്പീക്കർ സെലക്ട് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ ഇതിന് മുമ്പത്തെ കമൻറ്റിൽ പറഞ്ഞത്, നിങ്ങൾ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് അതിൻ്റെ വില വരിക. അതിൽ ഞാൻ പറഞ്ഞത് 4000 രൂപയോളം ചിലവ് വരും ആ സ്പീക്കർ ബോക്സിൽ എന്ന് പറഞ്ഞാൽ അത് വെറും കാലി ബോക്സിൻ്റെ വിലയാണ്. അതിനകത്തേക്ക് സ്പീക്കറും ട്യൂട്ടറും ആഡ് ആകുമ്പോൾ, സ്പീക്കർ ടെർമിനൽ വയർ ആ വർക്കൊക്കെ ആഡ് ആകുമ്പോൾ അതിൻ്റെ പൈസ 10,000 രൂപയോളം ആവും. ചിലപ്പോൾ അതിൽ 10 11 12 വരും. അപ്പോൾ ഈ ടൈപ്പ് 2030 ICക്ക് ആ സ്പീക്കർ ആവശ്യമില്ല. നമുക്ക് അതിലും കുറഞ്ഞ വാട്ട്സാണ് ആവശ്യം. അതിൽ സിപ്പ് കൊടുത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് വേറൊരു സ്പീക്കർ മതിയാവും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വില വ്യത്യാസം വരും, കുറയും. 2030 ICക്ക് ട്രാൻസ്ഫർ ബോർഡിന് വേണ്ടി വരുന്ന ആ ലോഡ് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെ ചിലവ് കുറയും. അപ്പോൾ അത്ര വലിയ സ്പീക്കേഴ്സും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ബോക്സും ചെറുതാവും. അതുപോലെ ഏതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് സ്പീക്കർ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹീറ്റ് ആവില്ല. അതിൽ സെൻട്രൽ ചാനലിന് 2 4 ohms എടുത്ത് സീരീസ് ചെയ്ത് 8 ohms ആക്കുക ചെയ്ത്, ബാക്കിയെല്ലാം 8 ohms തന്നെ എടുത്ത് ഇതിന് 2 4 ohms എടുത്ത്. അതേപോലെ ഇതിലും സെൻട്രൽ ചാനൽ 2 കൊടുക്കുമ്പോൾ നമ്മൾ 2 4 ohms എടുത്ത് 8 ohms ആക്കും. വാട്ട്സ് മാച്ച് ചെയ്യണം, ഓംസ് മാച്ച് ചെയ്യണം. അങ്ങനെ അത് രണ്ടുമാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നോക്കിയാൽ ഒന്നും ഹീറ്റാവില്ല. അടുത്ത കമൻറ്റ് നിഖിലേഷ് എന്ന ആളുടെയാണ്. ഹായ്, സാധാരണ എത്ര സൈസ് സ്ക്രൂ ആണ് സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? അപ്പോൾ അത് എന്താ വെച്ചാൽ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ പലരും പലതരം സ്ക്രൂ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ആ സറൗണ്ട് സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് സ്പീക്കർ വെക്കാൻ ഞാൻ അവിടെ ഒരു 3/4 ഇഞ്ച് സ്ക്രൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഉപയോഗിച്ചിരുന്നത് 12 mm വുഡാണ്. ഈ 3/4 ഇഞ്ച് സ്ക്രൂ എന്ന് പറയുന്നത് ഇതെല്ലാം കസ്റ്റമർ സപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഞാൻ കൂടുതൽ അതിനകത്ത് വിമർശനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ വർക്കിൽ. ചില സാഹചര്യങ്ങളനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ശരിക്കും ഒരു 3/4 ഇഞ്ച് 1/2 ഇഞ്ച് ടൈപ്പ് സ്ക്രൂ മതിയാവും. നല്ല സ്ട്രോങ് ലോഡുകളുള്ള നല്ല പവർഫുൾ സ്പീക്കേഴ്സ്, നല്ല വർക്കിംഗ് ഉള്ള സ്പീക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 3/4 ഇഞ്ചോളം സ്ക്രൂ മതിയാവും.
അടുത്ത കമൻറ്റ് ജിഷ്ണു ജെ എന്നാളുടെയാണ്. സെലക്ടർ സ്വിച്ചസ് കംപ്ലൈൻറ്റ് വരുന്നത് അതിന് പരിഹാരമായി ഒരു വീഡിയോ ചെയ്യുമോ? സെലക്ടർ സ്വിച്ചസ് കംപ്ലൈൻറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് പ്രസ് സ്വിച്ചുകളാണ് കംപ്ലൈൻറ്റ് വരുന്നത്. നമ്മളിപ്പോൾ DVD ഓക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കാലത്തെ പഴയ ആമ്പുകളിലൊക്കെ കാണാം. ഇപ്പോഴും നമുക്ക് ഒരുപാട് പേർക്ക് അങ്ങനത്തെ ആമ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ സെലക്ടർ സ്വിച്ച് അങ്ങനെ നോർമൽ സെലക്ടർ സ്വിച്ച് വെക്കുന്നുണ്ട്. പലതരം റിലേ ബോക്സുകൾ പല സ്ഥലത്തും കിട്ടാനുണ്ട്, നമുക്കിവിടെ കിട്ടാനില്ല. ഞാൻ അത് വരുത്തിക്കുക എന്ന് വെച്ചാൽ ഓൺലൈനിൽ തിരഞ്ഞ് നോക്കാന്ന് വെച്ചാൽ അവിടെയും കിട്ടാനില്ല. അപ്പോൾ അത് എവിടെയോ കിട്ടാനുണ്ട്, അവിടേക്ക് അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേ സർക്യൂട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാം. ഡിജിറ്റൽ ആമ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിമോട്ട് കിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെലക്ടർ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. അതിലെല്ലാം ഇൻപുട്ടും റിമോട്ടിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ പിന്നെ അതുകൂടാതെ ഇതുപോലെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. റിലേ കിട്ടാനില്ലെങ്കിൽ, റിലേ സർക്യൂട്ട് അറിയില്ലെങ്കിൽ ഇതുപോലെ ഓൺലൈനിൽ സെലക്ടർ വാങ്ങാൻ കിട്ടും. ഇൻപുട്ട് സെലക്ടർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ സ്വിച്ചിന് പകരം റീപ്ലേസ് ചെയ്യാം. നല്ല വർക്കിംഗ് ആണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കിംഗ് ആണ്, വളരെ ആയുസുണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, അതുപോലെ വളരെ സൈലൻ്റാണ്. പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ല അതിൻ്റെ കണക്ഷൻ. ഇതിൻ്റെ മുകളിലുള്ള കണക്ഷൻ നോക്കിയാണ്ട് കണക്ട് ചെയ്താൽ വളരെ സിമ്പിളാണ് കണക്ഷനും. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിക്കുക. അതല്ലാതെ ഈ നല്ല കൂടിയ ടൈപ്പ് സ്വിച്ചൊന്നും നമുക്കിവിടെ കിട്ടാനില്ല. അടുത്ത കമൻറ്റ് വലയിൽ സൈമൺ ജോസ് അങ്ങനെ ആയിരിക്കാമല്ലേ. ഹൗ ടു മേക്ക് മാസ്റ്റർ വോളിയം കൺട്രോൾ ഇൻ ആൻ ആംപ്ലിഫയർ ബോർഡ് ഹാവിങ് എ സെപ്പറേറ്റ് ബേസ് ട്രബിൾ വോളിയം ബോർഡ്. ഒപ്റ്റിക്കൽ ഇൻപുട്ട് മറ്റേ ഇൻപുട്ടൊക്കെ ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു അതിന് നമുക്ക് യാതൊരുവിധ മാനുവൽ കൺട്രോൾസ് ആവശ്യമില്ല. മാസ്റ്റർ കൺട്രോൾ വെക്കേണ്ടത് നമ്മൾ അനലോഗ് ഇൻപുട്ട് ആയിരിക്കാം. നമുക്ക് അതിലേക്ക് 5.1 ഇന്നോ അല്ലെങ്കിൽ ഒരു 2 ചാനൽ ഓക്സ് ഇന്ന്, ഒരു USB പാനലിൻ്റെ ബ്ലൂടൂത്ത് പാനലിൻ്റെ ഔട്ട്പുട്ട് ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലെ സെലക്ഷൻ സ്വിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സെലക്ടർ സ്വിച്ച് എന്ന് സെലക്റ്റായി വരുന്നതിനെ നേരിട്ട് കൺട്രോൾ ചെയ്യുക. അപ്പോൾ നേരിട്ട് ആ 2 ചാനലിനെ കൺട്രോൾ ചെയ്യുന്നത് മാസ്റ്റർ ആക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് മാസ്റ്ററിലൂടെ കയറിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ബേസ് ട്രബിൾ ഉണ്ടല്ലോ, സെപ്പറേറ്റ് ബേസ് ട്രബിൾ, അപ്പോൾ ആ ബേസ് ട്രബിളിലേക്ക് കയറും. അവിടുന്ന് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് മെയിൻ വോളിയായിട്ട് ഏത് രീതിയിലാണോ കണക്ട് ചെയ്ത് അതിലൂടെ ഉപയോഗിക്കാം. ആ പറഞ്ഞ എന്തെങ്കിലും ക്ലിയർ ആവാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ ടൈപ്പ് കൺട്രോൾസ് വാങ്ങി കിട്ടും, 6 ചാനൽ ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര തരം ഔട്ട്പുട്ട് വേണമെങ്കിലും ഇങ്ങനെയുള്ള കൺട്രോൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് മാസ്റ്റർ കൺട്രോൾ ഉണ്ടാക്കാം. അടുത്ത നമ്മുടെ സുമേഷ് M ലിയോ എന്നുള്ളതാണ്. വൈബ്രേഷൻ ഇല്ലെന്ന് മാത്രമേ കമൻ്റ് ഉള്ളൂ. അപ്പോൾ എന്തിനെ പറ്റിയാണ് ആ വൈബ്രേഷൻ എന്ന് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാണ് ആ ഉത്തരം. അതായത് ഈ ഒരു പാർട്ടി ബോക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ ഇതിൻ്റെ വീഡിയോ 2 ദിവസം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ കാരണം ആംപ്ലിഫയറിൽ ഡ്രൈവ് വരില്ലേ അങ്ങനെയുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഡ്രൈവ് വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നല്ല സ്ട്രോങ്ങിൽ, വുഡിലായതുകൊണ്ട് നല്ല ഗ്രിപ്പ് കിട്ടും, നല്ല സ്ട്രോങ്ങിൽ ഫിറ്റ് ചെയ്യാം. ഒരു മെറ്റലിന് മുകളിൽ നട്ടും ബോൾട്ട് ഇട്ടാൽ അത് വൈബ്രേഷൻ കാരണം ഇളകാൻ ചാൻസ് കൂടുതലാണ്. വുഡിന് മുകളിൽ നിന്ന് അങ്ങനെ ഇളകാൻ ചാൻസ് കുറവാണ്. പിന്നെ ബോൾട്ട് ചെയ്യേണ്ടി വന്ന എല്ലാ സ്ഥലങ്ങളിലും ഗ്ലൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈ ആവാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഡബിൾ സോൾഡർ ചെയ്തിട്ടാണ് അത് ഫുൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം 3 സ്പീക്കേഴ്സിൻ്റെ ജെർക്കിങ് ഈ ആംപ്ലിഫയറിനെ ബാധിക്കാതിരിക്കാനാണ് അത്രയും സ്ട്രോങ്ങിൽ ആ പറഞ്ഞ പോലെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ബോക്സ് എന്ന് പറഞ്ഞാൽ 60-70 കിലോ വെയിറ്റുള്ള ഒരു ഭീമൻ ബോക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഹൈ ഡെൻസിറ്റിയുള്ള ബോക്സ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യില്ല, അതവിടെ അങ്ങനെ നല്ല കനത്തിൽ അവിടെ കിടക്കും, ഒന്നും ആവില്ല. അടുത്ത കമൻറ്റ് ഞാൻ വായിക്കുന്നത് തെറ്റാണ്, ക്ഷമിക്കണം. സിലാഡ്സ് എന്നാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. സിലാഡ്സ് എന്ന ചാനലിലാണ്, അല്ലെങ്കിൽ ആളുടെ പേരായിരിക്കാം. ബോക്സിൽ യൂസ് ചെയ്യുന്ന പ്രസ് ഫിറ്റ് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ പ്രസ് ഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്ക്രീനുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഇവിടെ ഒരു ഹോൾ വെച്ചിട്ട്, ഒരു ഫിറ്റിങ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്തിട്ടാണ് ആ സ്ക്രീൻ ഫിറ്റിങ്, സ്പീക്കറിൻ്റെ ഒരു സേഫ്റ്റി എന്ന നിലയ്ക്ക് ആ സ്ക്രീൻ ഫിറ്റിംഗ് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്ക്രീൻ ഫിറ്റിംഗ് ആണ്. ഇത് ഫുള്ള് പൊട്ടിപ്പോയതാണ്. പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി നന്നായി ക്ലിയറായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലാണ് ഫിറ്റിങ്സ് ഉണ്ടാവുക. നിങ്ങൾ കണ്ടല്ലോ, ഇത് ആ ഹോളിലേക്ക് ഇട്ട് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ലോക്കാവും. അപ്പോൾ അത് എനിക്ക് ഇവിടെ നാട്ടിൽ നമ്മളെ ബോക്സ് ചെയ്യുന്ന ആ ഒരു ടീമുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് വേറെ ഒരു ഷോപ്പിൽ നിന്ന് ചെറിയ തോതിലൊക്കെ കിട്ടും. 1000-500 എണ്ണമൊന്നും കിട്ടില്ല, ഒരു 10 5 ഒക്കെ ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആമസോണിൽ നിന്ന് വാങ്ങും. ആർക്കും ഓൺലൈനിൽ സാധനം എടുക്കാമല്ലോ. അപ്പോൾ ആമസോണിൽ നിന്ന് സാധനം കിട്ടാണ്ട് ഇതാണ് ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം, എവിടെയും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അടുത്ത കമൻറ്റ് ആദർശ് MK എന്നാളുടെയാണ്. ചേട്ടാ കോഴ്സ് വീഡിയോ കഴിഞ്ഞോ? 600ഓളം പേര് നമ്മളെ ആ ബേസിക് റിപ്പയറിംഗ് കോഴ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സ് കഴിയാന്ന് പറഞ്ഞാൽ അത് ഒരു ലൈഫ് ടൈമാണ്. നിങ്ങളിപ്പോൾ വാങ്ങിയ ആൾക്ക് അത് സംശയം തീരുന്ന അത്രയും കാലം വരെ അതിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ബാക്കി നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ വീഡിയോയുടെ ആ കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനകത്തേക്കുള്ള ബാക്കി വീഡിയോസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള
താമസമാണ് വരുന്നത്. ഇനി എത്രയും പെട്ടെന്ന് വാങ്ങാനുള്ളവർ താല്പര്യമുള്ളവർ വാങ്ങുക. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ അത് 199 കയറാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് മാക്സിമം എല്ലാവരും വാങ്ങുക. പിന്നെ കുഴപ്പമൊന്നുമില്ല, 199 കൊടുക്കണം എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. കോഴ്സ് ചെയ്ത് കാലം കിട്ടും, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഒരുപാട് വീഡിയോസ് അതിൽ വരാനുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ആ കോഴ്സ് ലിങ്ക് ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഡീൽ ചെയ്യാം. അടുത്ത നമ്മുടെ നിയാസ് സ്പാർക്കിൾ എന്നുള്ളതാണ്. അപ്പോൾ USB പാനൽ വെക്കുമ്പോൾ ഉള്ള നോയ്സ് എങ്ങനെ ഇല്ലാതാക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ? ഒറ്റ വഴിയുള്ളൂ, കറക്റ്റായിട്ട് എർത്ത് ചെയ്യുക, ഗ്രൗണ്ടിങ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ വിചാരിക്കും പവർ സപ്ലൈയുടെ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെയാണല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെന്താ എക്സ്ട്രാ ഗ്രൗണ്ട് എന്ന്. അപ്പോൾ അത് ഗ്രൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതായത് USB പാനലിൻ്റെ സോക്കറ്റിൻ്റെ മുകളിലാണ് ഞാനിവിടെ ഗ്രൗണ്ട് കൊടുക്കാറ്. ഞാനെന്നല്ല, ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് ക്ലിയറായിട്ട് ഈ USB പാനലിൻ്റെ നോയ്സ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ സോക്കറ്റിലേക്ക്, ആ USB പാനലിലേക്ക് നിങ്ങളുടെ മെയിൻ ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ചേസിൽ നിന്നോ ഒരു കണക്ഷൻ, നല്ല ഗേജ്, നല്ല സ്ട്രോങ് വയർ എടുക്കണം. നേരെ വയറൊന്നും എടുക്കരുത്. ഇതുപോലെ നല്ല സ്ട്രോങ് വയർ എടുത്തിട്ട് ഇതിന് നമ്മൾ ജസ്റ്റ് ആ പ്ലേ ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വ്യത്യാസം അറിയാം. അവിടെ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക, നല്ല നീറ്റിൽ ആ വയറിങ് ഒതുക്കി കൊണ്ടുപോകുക. അപ്പോൾ നോയ്സ് ഫുൾ ക്ലിയർ ആവും. അപ്പോൾ ഇന്നത്തെ മണ്ട കമൻറ്റ് ബോക്സിലെ കമൻറ്റ്സ് മൊത്തം വായിച്ചു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വെറൈറ്റി കമൻറ്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തെ മണ്ട കമൻറ്റ് ബോക്സിൽ കാണാം.